ഭാരതിദാസൻ സർവകലാശാലയിൽ ക്രമക്കേട് UGCക്ക് പരാതി നൽകാനൊരുങ്ങി വിദ്യാർത്ഥികൾ. ഭാരതിദാസൻ സർവകലാശാലയിൽ 2026-27 അക്കാഡമിക് ഇയറിൽ ആരും പുതുതായിട്ട് അഡ്മിഷൻ എടുക്കരുത്. ആരും ഏജൻസികളിൽ നിന്നും അഡ്മിഷൻ എടുക്കരുത്. കാരണം എന്തെന്ന് വെച്ചാൽ UGC വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്ത കോഴ്സുകളല്ല വിദ്യാർത്ഥികൾക്ക് ഭാരതിദാസൻ ബിരുദ സർട്ടിഫിക്കറ്റിൽ അടിച്ചു കൊടുക്കുന്നത്. UGC ലിസ്റ്റ് ചെയ്ത കോഴ്സുകളല്ല വിദ്യാർത്ഥികൾക്ക് സർവകലാശാല ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത്. BAയിൽ വരുന്ന എല്ലാ കോഴ്സുകൾക്കും ഈ പ്രശ്നമുണ്ട്. UGC വെബ്സൈറ്റിലുള്ള കോഴ്സല്ല സർവകലാശാല ബിരുദം നൽകുമ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടും രണ്ടായിട്ടാണ് കൊടുക്കുന്നത്. UGC വെബ്സൈറ്റിലുള്ളത് വേറെ, യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ബിരുദത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളത് അതും വേറെ. എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയാം. UGC വെബ്സൈറ്റിൽ ബാച്ചിലർ ഓഫ് ആർട്സ്, ഹോണേഴ്സ്, എക്കണോമിക്സ് എന്ന് കൊടുത്തിരിക്കും. പക്ഷേ ബിരുദ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ വിദ്യാർത്ഥികളുടെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റിലുള്ളത് ബാച്ചിലർ ഓഫ് ആർട്സ്, എക്കണോമിക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായ, സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ ഹോണേഴ്സ് ഇല്ലാതെ ബാച്ചിലർ ഓഫ് ആർട്സ്, എക്കണോമിക്സ് എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. UGC വെബ്സൈറ്റിൽ ഹോണേഴ്സും കൂടെ എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അവർ ഹോണേഴ്സ് ചേർക്കാതെയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും BA കോഴ്സുകൾ കൊടുക്കുന്നത്. ഇത് കാരണം വിദ്യാർത്ഥിയുടെ ബിരുദ സർട്ടിഫിക്കറ്റുകളെല്ലാം അസാധുവാകുന്നു. ഹോണേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉയർന്ന ഒരു കാര്യമാണ് UGC വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഹോണേഴ്സ് മെൻഷൻ ചെയ്താണ് കൊടുക്കുന്നത്. രണ്ടും രണ്ട് കോഴ്സുകളാണ്.